നമ്മുടെ SSCയുടെ MTS അതുപോലെ ഹവിൽദാർ പോസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിൽ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതിന് മുൻപ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ GD, അതായത് നിങ്ങൾ ആരെങ്കിലും GD കോൺസ്റ്റബിളിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോട്ട് സെലക്ഷൻ ഉടനെ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ റിവിഷനും അതുപോലെ ഇത്ര നാളും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാനുള്ള സമയമാണ്, മോക്ക് ടെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് ഇനി വരുന്നത്. ഇനി പഠിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നാളും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ എടുക്കാനുള്ള ഒരു സമയമാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. പഠിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള സ്ലോട്ട് സെലക്ഷനും കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ഉടനെ വരും. വന്ന ഉടനെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിലവിൽ പലരും അത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ അല്ലെങ്കിൽ ആ രീതിയിലാണോ, അതോ ഒരിക്കലും നമുക്ക് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് പറയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഡേറ്റ് തരാം, നമുക്ക് ബ്ലോക്ക് അല്ലാതെ ഡേറ്റ് ചൂസ് ചെയ്യാൻ തരാം. അല്ലെങ്കിൽ MTS പോലെ തന്നെ MTSന് നമുക്കറിയാം ബ്ലോക്കുകളായിട്ടായിരുന്നു തന്നെ നമുക്ക് ഡേറ്റ് ഒന്നും ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, MTSന്റെ നിലവിലുള്ള ഡേറ്റുകളിൽ പലർക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. മുൻപ് വന്നിട്ടുള്ള ഡേറ്റുകൾ ഉണ്ടല്ലോ, അതിൽ പലർക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ SSC MTS ആവട്ടെ, SSCൻ്റെ MTS ആവട്ടെ, അതുപോലെ തന്നെ SSC MTS, പിന്നെ നമ്മുടെ GD കോൺസ്റ്റബിൾ, GDൻ്റെ ആണെങ്കിലും GD പോസ്റ്റിൻ്റെ ആണെങ്കിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എനിവേ നമുക്കിതിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരും. അവിടെ നിങ്ങൾ ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് അതുപോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക, ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ്, ഇമെയിൽ ഓർ മൊബൈൽ നമ്പർ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എനിവേ നിങ്ങൾക്കത് അറിയാമെന്ന് വിചാരിക്കുന്നു, പാസ്വേഡ് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്, പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷൻ എന്താണ് അത് ഇവിടെ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. അതിന് ശേഷമുള്ള വിൻഡോ ഞാൻ കാണിച്ചു തരാം. സോ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ലൈവ് ആയിട്ടുണ്ട്. SSC MTSൻ്റെ 2025 അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാറിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സാം സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഉണ്ട്. MTS സെലക്ട് ചെയ്യുക, ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം ഇയർ 2026 25 കൊടുത്തിട്ട് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഈ ഉദ്യോഗാർത്ഥിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. ഇപ്പോൾ 6-ാം തീയതിയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് 2 ദിവസം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 1 ദിവസം മുമ്പൊക്കെയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് തരുന്നത്. 2 അല്ലെങ്കിൽ 1 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് കിട്ടത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡ് വന്നിട്ടുള്ളൊരു വിൻഡോയും കൂടി ഞാനിപ്പം കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഉദ്യോഗാർത്ഥിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതാണ്. 6-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷ വരുന്നത്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത്. സോ അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ ഒന്നും കാണിക്കരുത്, അത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഹൈഡ് ചെയ്തിട്ടുള്ളത്. എക്സാം ഡേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 6/2/2026. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആക്സെപ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ കണ്ടതാണ്, ഈ വീഡിയോ ചെയ്തതിന് മുൻപ് കണ്ട ഒരു കാര്യമാണ്. SSC GDൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിംഗ് എന്നാണ് കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒരു വറീഡായിട്ടൊരു ഉദ്യോഗാർത്ഥി ചോദിച്ചത്. അപ്പോൾ അത് നിലവിൽ അങ്ങനെ കാണിക്കത്തുള്ളൂ. നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ പരമാവധി കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾക്ക് PC ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡൗൺലോഡ് ചെയ്യാം. മൊബൈൽ ഫോണിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ അതിനായിട്ടുള്ള ബ്രൗസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പരീക്ഷയ്ക്ക് 1 അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് കിട്ടത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിലേക്കും കൂടി കിടക്കാം. സോ ഇവിടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. അത് തന്നെ പറയുന്നത്, കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി ഒറിജിനൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഹാവിംഗ് ഡേറ്റ്, അതായത് ഹാവിംഗ് ദി സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അഡ്മിറ്റ് കാർഡിലുള്ള സെയിം ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഒരു ഫോട്ടോ ID കാർഡ് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻ കേസ് എന്താണ്, നിങ്ങളുടെ ഈ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഡസ് നോട്ട് ഹാവ് ദി സെയിം ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് മന്ത് ഇയർ എന്നുള്ള കാര്യം നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ, അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ സെയിം ആയിട്ട് മാച്ച് ആവുന്നില്ല. അഡ്മിറ്റ് കാർഡിൽ വേറെ, നമ്മുടെ ആധാർ കാർഡിൽ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ID മറ്റൊന്നായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അഡീഷണൽ സർട്ടിഫിക്കറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂൾ അതായത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊണ്ടുപോകേണ്ടി വരും. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും അതുപോലെ ആധാർ കാർഡ് അല്ലെങ്കിൽ എന്താണ് കൊണ്ടുവന്നത്, ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ വോട്ടർ ID ഏത് ഫോട്ടോ, പൊതുവെ ആധാർ കാർഡ് എന്ന് പറയുന്നതാണ്, ആധാർ കാർഡാണ് അധികം പേരും കൊണ്ടുവന്നത്. ഓക്കെ,
അപ്പോൾ ഏത് ഫോട്ടോ ID കാർഡാണോ കൊണ്ടുപോകുന്നത് അതിലും അഡ്മിറ്റ് കാർഡിലും സെയിം ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും സെയിം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് MTSൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ അത് സെയിം ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു നോട്ട് റൈറ്റ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്ത് ചെയ്യരുത്, ഒന്നും എക്സാം സെൻറ്റർ എത്തുന്നവരെ എഴുതാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാം, എഴുതേണ്ട ഒരു സ്പേസ് ഒക്കെ മുകളിലുണ്ട്, കമ്പ്യൂട്ടറിലുള്ള എഴുതാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. SSC എക്സാം എഴുതുന്നില്ല, ഇത് തൊട്ട് മുകളിലായിട്ട് കമ്പ്യൂട്ടറിൽ കുറച്ച് സെൻറ്റൻസ് കാണിക്കുക, അത് നോക്കി പകർത്തി എഴുതിയാൽ മതി, മറ്റു കാര്യമൊന്നുമില്ല. അത് അവിടെ നിന്ന് പറയും, ഇൻസ്ട്രക്ഷൻ അവർ തന്നെ തരുന്നതായിരിക്കും. സോ അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ, മറ്റൊന്നും എഴുതാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും GD ഇന്ത്യയൊക്കെ കാര്യത്തിൽ ലാസ്റ്റ് ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് കുറച്ച് മലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പല ആക്ടിവിറ്റി ചെയ്ത കുട്ടികളെ പ്രത്യേകം ഒരു ലിസ്റ്റിലിടുന്നത്. അപ്പോൾ എക്സാം സെൻറ്ററിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഈ കാരണം കൊണ്ടും ആവാം, ഇതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നല്ല രീതിയിൽ ഡാമേജ് ഒന്നും പറ്റാതെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടല്ല രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെന്നാണെങ്കിൽ പരീക്ഷയ്ക്ക് 2 മണിക്കൂർ മുമ്പെങ്കിലും ആ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാവണം. എന്നിട്ട് അവിടെ എത്തിയാൽ പോലെ അവരുടെ അടുത്ത് പറയണം ഞാൻ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അഡീഷണൽ രേഖകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. നിങ്ങൾ ആരും ആധാർ കാർഡ് ഉപയോഗിക്കാതെ അല്ല ചെയ്തെന്നുള്ളതിൽ ഒരു വിശ്വാസത ഉണ്ട്. കാരണം ഞാൻ തന്നെ അതിന് 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും, 2 മണിക്കൂർ മുമ്പ് എത്തണം, അഡീഷണൽ വെരിഫിക്കേഷൻ ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം മുമ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോകണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിർബന്ധമില്ല, ഒന്നെടുത്താൽ നല്ലതാണ്, ഒന്നെടുത്താൽ വളരെ നല്ലതാണ്. പെന്നും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. എങ്കിലും നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം, പ്രശ്നമില്ല. നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഫോട്ടോ ID കാർഡും ഈ അഡ്മിറ്റ് കാർഡുമാണ്. ഈ 2 കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.